السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ മിതത്വം പാലിക്കണം എന്ന വിഷയത്തിലായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇനിയും ആ ബാബിലുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബകൾക്കിടയിൽ പരസ്പരം സാഹോദര്യബന്ധം ഉണ്ടാക്കുകയുണ്ടായി. അതിൽ അഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സൽമാൻ വ അബൂദർദ, സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലായിരുന്നു ഇപ്രകാരം സാഹോദര്യബന്ധം ഉണ്ടാക്കിയ ഒരു കൂട്ടരായ ആളുകൾ. ഫസാറ സൽമാൻ അബൂദർദ, അങ്ങനെ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹോദരനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ മുതബദ്ദിലതൻ, അവർ ഒരു പഴകിയ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. ഫഖാല മാ ശഅ്നുകി, എന്താണ് ഇങ്ങനെ ഇത്തരത്തിൽ നുരുമ്പിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാലത് അഖൂക അബൂദർദ ലൈസ ലഹു ഹാജത്തുൻ ഫിദ് ദുനിയ, നിങ്ങളുടെ സഹോദരനായ അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദുനിയാവിനോട് വല്ലാത്ത വിരക്തിയാണ്. അദ്ദേഹത്തിന് ദുനിയാവിൽ യാതൊരു ആഗ്രഹങ്ങളുമില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം അബൂദർദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. ഫസനഅ ലഹു ത്വആമൻ, തൻ്റെ അതിഥിയായി വന്ന സഹോദരനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയുണ്ടായി. ഖുൽ ഫഇന്നി സ്വാഇമുൻ, നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് നോമ്പാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അബൂദർദ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അന ബിആകിലിൻ ഹത്താ തഅകുല, നിങ്ങൾ നോമ്പ് മുറിച്ച് ഈ ഭക്ഷണം കഴിക്കുന്നത് വരെയും ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല. ഫാക്കല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപൂർവമായ പറച്ചിലുകൾക്കൊടുവിൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പറച്ചിലുകൾക്കൊടുവിൽ അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയുണ്ടായി. ഫലമ്മാ കാന ലൈലു ദഹബ അബൂദർദ യഖൂം, അങ്ങനെ രാത്രി ആയ സമയത്ത് അബൂദർദ റളിയല്ലാഹു അൻഹു എണീറ്റ് നമസ്കരിക്കാൻ വേണ്ടി പോയി. എന്നാൽ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ പിടിച്ചു വെക്കുകയും എന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പറയുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം കുറച്ച് സമയം ഉറങ്ങി വീണ്ടും എണീറ്റ് നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തോട് ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയുടെ അവസാനത്തെ 1/3 സമയം അവശേഷിക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വിളിച്ചുണർത്തുകയും ഖുമിൽ ആൻ, ഈ സമയത്ത് ഇനി നിങ്ങൾ എണീറ്റ് നമസ്കരിച്ചുകൊള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഫസല്ലയാ ജമീഅൻ, അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് നമസ്കരിച്ചു. അതിനുശേഷം സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ലി അലൈക ഹഖ, നമ്മൾ ഇന്നലെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, തീർച്ചയായും അള്ളാഹുവിനോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട്. വഇന്ന ലിനഫ്സിക അലൈക ഹഖ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തത്തോടും നിങ്ങൾക്ക് ചില കടമകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ, നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങൾക്ക് കടമകളുണ്ട്. ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, അതുകൊണ്ട് എല്ലാ കടമകൾ തീർക്കേണ്ട ആളുകളോടും നിങ്ങൾ കടമകൾ തീർക്കണം. അള്ളാഹുവിനോടുള്ള കടമകൾ മാത്രമല്ല, മറിച്ച് സ്വന്തം നഫ്സിനോടുള്ള കടമകളും സ്വന്തം കുടുംബത്തോടുള്ള കടമകളുമൊക്കെ പൂർത്തീകരിക്കണം. നിങ്ങൾ ഉറങ്ങുകയും അതുപോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും നോമ്പെടുക്കാതെ ചില സമയത്ത് നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയും ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദക്കറ ദാലിക ലഹു, ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെല്ലുകയും അത് അവരോട് നബി തങ്ങളോട് പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ സൽമാൻ, സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്.
അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയുണ്ടായി. ഇതിൽ നിന്നും ഇതുപോലുള്ള ഹദീസുകൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും. ഈ ഹദീസുകളിലൂടെയൊക്കെ പറയുന്നത് നമ്മുടെ അമലുകളിൽ മിതത്വം ഉണ്ടാകണമെന്നത് ആണ്. അതുപോലെ തന്നെ കഠിനമായ ഉറക്കുള്ള സമയത്ത് നമസ്കരിക്കരുത്. അങ്ങനെ ഉറക്കം വരികയാണെങ്കിൽ ആ നമസ്കാരം നിങ്ങൾ നിങ്ങൾ ചിലപ്പം ആ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നത് സ്വന്തത്തെ ചീത്ത പറയുന്നതായി വരെ മാറിയേക്കാം. ഉറക്കം വിട്ടുപോകുന്നത് വരേക്കും അവൻ കിടന്നുറങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് വിശപ്പുള്ള സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൻളല റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രസിദ്ധമായ സംഭവം, നമുക്കൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിചയം തന്നെയുള്ളത് നാഫഖ ഹൻളല എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലാണ്. അദ്ദേഹം നാഫഖ ഹൻളല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ നാഫഖ ഹൻളല മുനാഫിഖായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്? അത്രയും വലിയ സഹാബിയാണ്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം മറുപടി പറയുന്നത്, നകൂനു ഇൻദ റസൂലില്ലാഹി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലാകുമ്പോൾ യുദക്കിറുനാ ബിൽ ജന്നത്തി വന്നാരി കഅന്നാ റഅയ ഐനി, നബി തങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും. കഅന്നാ റഅയ ഐനി, നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ ഉണ്ടാകും നബി തങ്ങളുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ. ഫൈദാ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാ, അങ്ങനെ നമ്മൾ നബി തങ്ങളുടെ അടുക്കൽ ആ നല്ല ഈമാനികമായ അന്തരീക്ഷത്തിലായിരിക്കുകയും അവിടെ നിന്ന് പോന്നാൽ പിന്നീട് ആഫസ്നൽ അസ്വാജ വൽ ഔലാദ്, നമ്മൾ കുടുംബത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ കളിപ്പിക്കുന്നുണ്ട്. വദ്ദയാത്തി, മറ്റു പല ദുനിയവിയായ കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടുന്നുണ്ട്. നസീന കസീറൻ, അങ്ങനെ നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിനെ മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഭയം കൊണ്ടാണ് ഞാനിങ്ങനെ മുനാഫിഖായി പോയി. കാരണം നബി തങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ വേറൊരു രീതിയിലും കുടുംബത്തിലെത്തുമ്പോൾ വേറൊരു രീതിയിലുമാണല്ലോ നമ്മൾ പെരുമാറുന്നത് എന്ന് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതിനെ ശരിവെച്ചുകൊണ്ട് ഫവല്ലാഹി ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ, ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എനിക്കും ഇതുപോലെയുള്ള അനുഭവം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെല്ലുകയും നബി തങ്ങളോട് ഈ വിഷയം പറയുകയും ചെയ്തു. നബി തങ്ങളോട് ഹൻളല റളിയല്ലാഹു അൻഹു നാഫഖ ഹൻളല എന്ന് പറഞ്ഞു. നബി തങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം വിശദീകരിച്ച് കൊടുക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലൗ തദൂമൂന അലാ മാ തഖൂമൂന ഇൻദി, നിങ്ങൾ എൻ്റെ അടുക്കൽ എങ്ങനെയാണോ ഈമാനികമായ അവസ്ഥയിലുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ അങ്ങനെ തന്നെയാണ് ആയിപ്പോകുന്നതെങ്കിൽ ലസ്വാഫഹ്തുകുമുൽ മലായികത്തു അലാ ഫുറുഷിക്കും വഫീ തുറുഖിക്കും, നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വിരിപ്പുകളിലുമൊക്കെ വന്നുകൊണ്ട് മലക്കുകൾ നിങ്ങളെ മുസാഫഹ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. അഥവാ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളുണ്ടാവുക. അത് എങ്ങനെയായാലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് നബി തങ്ങൾ പറഞ്ഞത്. വലാകിൻ യാ ഹൻളല സഅതൻ വസഅ, മറിച്ച് ഹൻളല അതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് കുടുംബവുമൊത്ത് കളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യണം, അതും ഈമാനിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് ഇബാദത്തിലായി ദിക്റിലായി ഒക്കെ കഴിയണം, അതും ഈമാനിൻ്റെ ഭാഗമാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ അവസ്ഥയിൽ തുടരലല്ല, മറിച്ച് ഈമാൻ ചില സമയത്ത് വർദ്ധിക്കുകയും ചില സമയത്ത് കുറയുകയും ഒക്കെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേട്ടതിലുപരിയായി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിനെ പ്രയോജനപ്പെടുത്തുവാനും ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.